ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു കരിമീൻ കറി വെച്ച് നോക്കിയാലോ. ഞാൻ പൊതുവെ വലിയ മീനൊക്കെ കിട്ടുമ്പോൾ ചെത്തിയാണ് എടുക്കാറ്. നല്ലപോലെ ചെത്തി കഴുകി വൃത്തിയാക്കി ഞാൻ മീൻ എടുത്തിട്ടുണ്ട്. ആ മീൻ നമുക്ക് കരിമീൻ കറി വെക്കാം. അപ്പോൾ അടപ്പ് കത്തിച്ച് അതിലേക്ക് ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇഞ്ചിയും ഉള്ളിയും ചതച്ചതാണ് ഞാൻ ഇടുന്നത്. നമുക്ക് 3 കരിമീനാണുള്ളത്, അപ്പോൾ കുറച്ചുള്ളി, അതിലേക്കൊരു 2 പച്ചമുളകും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായി ഉപ്പിടണം കേട്ടോ. അപ്പോൾ നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് വേപ്പിലയും കൂടിയിട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/4 സ്പൂണോളം മല്ലിപ്പൊടി, ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ആ മല്ലിപ്പൊടിയും കൂടിയിട്ട് ഒന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്കൊരു 3 സ്പൂൺ, ചെറിയൊരു സ്പൂണാണ് കേട്ടോ, അതിൽ 3 സ്പൂൺ മുളക് പൊടിയും ഇട്ട് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. അത് നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേനും ഞാൻ തേങ്ങാപ്പാൽ അരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പാലും കുറച്ച് അരപ്പും പാലുമായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ കുറച്ച് അരപ്പ് നമുക്ക് ആ മുളകിലേക്കിട്ട് അരപ്പൊന്ന് മൊരിയിച്ചെടുക്കാം. പച്ചമണം മാറുന്നവരെ കുറച്ച് മൊരിയിച്ച് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഞാൻ മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള പാൽ, ഒരു 1/4 കപ്പോളം പാൽ നമുക്ക് അതിലേക്ക് ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. പിന്നെ കുറച്ച് ഇതിടണം കേട്ടോ, പുളി ഇടണം. ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ പുളിയും കൂടി അതിലേക്കിടാം. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, ആവശ്യാനുസരണം നോക്കിയിടണം. ഞാൻ ഇതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കറി ഇനി നമുക്ക് തിളയ്ക്കാൻ വെക്കാം. നല്ലപോലെ തിളച്ച് വരട്ടെ. നല്ലപോലെ തിളച്ചിപ്പോൾ വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മീനിടാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ നമ്മൾ അതിലേക്ക് ഇടുവാണ്. അത് ഓരോന്നായി ഇട്ട് നല്ലപോലെ തിളയ്ക്കാൻ വെക്കാം. നല്ലപോലെ തിളച്ച് കുറുകി വരട്ടെ. നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളിയാണ് ഇടുന്നത്. ആദ്യം കുറച്ച് തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്, ബാലൻസ് ഇട്ട് നല്ലപോലെ ഒന്നുകൂടി തിളപ്പിക്കുക. തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന പാല് ഇനി കുറച്ച് മാറ്റിയിട്ടുണ്ട്, എണ്ണയൊക്കെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ആദ്യം കുറച്ച് മാറ്റി വെച്ച പാല് നമ്മൾ അതിലേക്ക് ഒഴിക്കുവാണ്. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കയ്യിലൊന്നും ഇടണ്ട, ചട്ടി ഒന്ന് വെറുതെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും കറി ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ കരിമീൻ കറി.